CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ വിവാദ പരാമർശത്തെ ന്യായീകരിച്ച് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി രംഗത്തെത്തി. പ്രസംഗത്തിൽ വിമർശന വിധേയമായ ഒരു വാക്കുപോലുമില്ല. കേരളത്തിൽ കോൺഗ്രസ് വർഗീയവാദത്തെ കൂട്ടുപിടിക്കുന്നുവെന്നും PK ശ്രീമതി പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി PB മെമ്പർ സഖാവ് വിജയരാഘവൻ നടത്തിയ പ്രസംഗത്തിൽ യാതൊരു തരത്തിലും വിമർശനത്തിന് വിധേയമായ ഒരു വാക്കുപോലുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നയത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. രാജ്യത്ത് വർഗീയത അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ബൂർഷ്വാ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെ നടത്തുന്ന ശ്രമം ഈ രാജ്യത്തിന് ആപൽക്കരമാണ്. അത് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ്, പ്രത്യേകിച്ച് അമിത്ഷായെ പോലുള്ള ആളുകൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയസമീപനം എടുക്കുന്നു. അത് ഇവിടെ കേരളത്തിൽ കോൺഗ്രസ്സുകാരും ഇലക്ഷൻ വരുമ്പോൾ തികഞ്ഞ വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്നു. അത് ശരിയല്ല. അത് മുസ്ലിം തീവ്രവാദമായാലും മുസ്ലിം വർഗീയവാദമായാലും ഹിന്ദു വർഗീയവാദികളായാലും രണ്ടും തെറ്റാണ് എന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. ഇപ്പോൾ ഈ വിഷയത്തിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ അല്പസമയം മുൻപ് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഈ മതരാഷ്ട്രവാദം ഉയർത്തുന്ന SDPIയും ജമായത്തുമായി ലീഗിൻ്റെ നേതൃത്വത്തിൽ അവരെ UDF ക്യാമ്പിനകത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് വിജയരാഘവൻ വിമർശിച്ചത്. ലീഗാണ് ഈ വർഗീയ ശക്തികളുടെ സ്വാധീനം UDFനകത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ലീഗിന്റെ ആ നിലപാടിനെയാണ് വിജയരാഘവൻ ശ്രമിച്ചത്. അവരുടെ കൂടി വോട്ട് ചേർന്നുകൊണ്ടാണ് ഈ നേട്ടം തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും UDFൽ ഉറപ്പിച്ചു നിർത്താനാണ് ലീഗ് ശ്രമിച്ചത്. അതിനെതിരെയുള്ള വിമർശനമാണ് എ വിജയരാഘവൻ നടത്തിയത് എന്നതാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്.